ഗവർണറുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി രേഖപ്പെടുത്തൽ ചർച്ചയിൽ കഴിഞ്ഞ ദിവസം PV അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ IT കമ്പനികളിൽ നിന്നും 150 കോടി രൂപ കൈക്കൂലി വാങ്ങിയതായിരുന്നു അൻവറിന്റെ ആരോപണം. എന്നാൽ അതിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്ത് വന്നിരുന്നു. അൻവറിനെയല്ല VD സതീശൻ ലക്ഷ്യമിട്ടത്. ഇത്രയും തരംതാണ ചോദ്യങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് സതീശൻ ലക്ഷ്യം വെച്ചത്. VD സതീശന്റെ ആ വാക്കുകളിലേക്ക്. സർ, എനിക്കൊരു സമയം ഇവിടെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചു, എഴുതി തന്നിട്ട് ഇവിടെ കേട്ടു. അതായത് കേരയിൽ വന്നിരുന്നെങ്കിൽ, കേരളയിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ IT രംഗം ഭയങ്കരമായിട്ട് കുതിച്ചു വരുമായിരുന്നു. അതോടുകൂടി ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും IT ബിസിനസ് മുഴുവൻ തകർന്ന് തരിപ്പണമായി പോകുമായിരുന്നു. കേരളത്തിൽ നിന്ന് ഒരാളെ പോലെ അവർക്ക് ജോലിക്ക് കിട്ടൂലായിരുന്നു. 25 ലക്ഷം പേര് കേരളത്തിൽ തന്നെ ജോലി ചെയ്താൽ. ഇതെല്ലാം മനസ്സിലാക്കിയ IT കമ്പനിക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്തു. ഇത് അപകടമാണല്ലോ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2045, 50 പറഞ്ഞ് 50 ആകുമ്പോഴേക്കും നമ്മുടെ കമ്പനിയൊക്കെ പൂട്ടിപ്പോവുമല്ലോ. അങ്ങനെ അവർ പ്രതിപക്ഷ നേതാവിനെ പിടിച്ചു. പ്രതിപക്ഷ നേതാവിന് 150 കോടി രൂപ കൊടുത്തു. അത് ഫ്രീസ് ചെയ്ത ഒരു മത്സ്യ ലോറിയിൽ ചാവക്കാട് എത്തിച്ചു. അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി. പിന്നെ വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ അത് ഏത് വഴിക്കാണ് പോയെന്ന് പറഞ്ഞില്ല. വീണ്ടും തിരിച്ച് ചാവക്കാട് കൊണ്ടുവന്നിട്ട് ആംബുലൻസിൽ കൊണ്ടുവന്ന സാധനം വീണ്ടും ഞാൻ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് ഞാൻ മാസം 3 പ്രാവശ്യം ബാംഗ്ലൂരിൽ പോകുന്നുണ്ട്. സാർ, ഞാൻ ചിരിക്കണോ അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് കരയണോ? നിങ്ങളുടെ ഗതികേട് ഓർത്തിട്ട് കരയണോ? ഞാൻ ഈ പറഞ്ഞ ആളെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം ഞാൻ ഇതിൽ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങ് ഈ സഭാ നേതാവല്ലേ, CPM-ന്റെ പാർട്ടിയുടെ ലീഡറല്ലേ, നിങ്ങളിത് കണ്ടിട്ട് ഇത് നിയമസഭയിൽ അനുവദിക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തതിനെ കുറിച്ചാണ് എനിക്ക് സങ്കടം. ഐ ഫീൽ സിമ്പതി ടു യു. നിങ്ങളോട് എനിക്ക് സഹതാപം തോന്നുന്നു, മുഖ്യമന്ത്രിയോട്. അങ്ങേ പോലെ ഒരാൾ ഇത് വായിച്ചിട്ട്, അല്ല നിങ്ങളുടെ ഏതെങ്കിലും മന്ത്രിമാരെ കുറിച്ച് ഇവിടെ നിന്ന് ഒരാൾ വന്ന് ഇതുപോലെ തന്ന കീറി കൊട്ടയിലിടും ഞങ്ങൾ. അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യും. നിങ്ങളിത് ഈ നിയമസഭയിലാവുന്നത് നിങ്ങളിങ്ങനെ പരിഹാസപാത്രമാണോ? സാർ, അത് റെക്കോർഡിൽ കിടക്കട്ടെ, റെക്കോർഡിലൊന്നും മാറ്റണ്ട, അത് കിടക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, എഴുതി തരാത്ത അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചു. KC വേണുഗോപാലിനെ കുറിച്ച് എഴുതി തരാതെ പുറത്തുള്ള ഒരാളാണ്. ഉന്നയിക്കാമോ? അത് നീക്കം ചെയ്യണം, ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ അവിടെ കിടക്കട്ടെ. വരാനിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇതുപോലെയും ചില ആളുകളൊക്കെ ഈ നിയമസഭയിൽ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വരാനിരിക്കുന്ന തലമുറ അറിയട്ടെ. അല്ല ഞാൻ എന്തും മറുപടിയാണ് അതിൻ്റെ അകത്ത് പറയണത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചിരിക്കാനും തോന്നുന്നുണ്ട്, കരയാൻ രണ്ടും തോന്നുന്നുണ്ട് ഒരേ സമയത്ത്. അത് വിട്.